ട്രംപ് ഒടുവിൽ തുടങ്ങിവെച്ച യുദ്ധത്തിൻ്റെ 7ാം ദിവസവും കനത്ത അറ്റാക്കാണ്, ആക്രമണവും പ്രത്യാക്രമണവും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെഡ്ലി അറ്റാക്ക് എന്നാണ് ഇന്നലത്തെ ദിവസത്തെ ആക്രമണത്തെയും പ്രത്യാക്രമണത്തെയും മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. ഇറാനിൻ്റെ പാലങ്ങൾ തകർത്തു, പല മേഖലകളിലും കനത്ത ആക്രമണമുണ്ടായി, ഹഷാം ദ്വീപിൽ വീണ്ടും ആക്രമണം നടത്തി. ഇങ്ങനെ അടക്കമുള്ള നിരവധിയായ ആക്രമണങ്ങൾ ഇറാൻ്റെ മേൽ നടത്തിയപ്പോൾ 10 മടങ്ങ് ശക്തിയോടെയും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഇറാൻ ഹോർമിസിലൂടെ കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകളെ ആക്രമിച്ച് അഗ്നിക്കിരയാക്കി. 2 കപ്പലുകളിലും തീപിടുത്തമുണ്ടായി, കേടുപാടുണ്ടായി, പിൻവാങ്ങിയെന്ന് IRGC അറിയിച്ചു. അമേരിക്ക അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, സുഗമമായി പോകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ സുഗമമായി പോകുന്നു എന്ന് പറയുന്നതിനപ്പുറം കാര്യങ്ങളൊന്നും സുഗമമാകുന്നില്ല താനും. പിന്നീട് ഇറാൻ ആക്രമിച്ചത് ജോർദാനിലും ബഹ്റൈനിലുമാണ്. ബഹ്റൈനിൽ കനത്ത ആക്രമണം നടത്തിയെന്നും US എയർബേസുകൾ ഉപയോഗിക്കാനാകാത്ത വിധം തകർത്തുവെന്നും IRGC അഭിപ്രായപ്പെട്ടു. ഇനി ആക്രമണം ഇറാൻ്റെ വൈറ്റൽ മേഖലകളിലാണെങ്കിൽ ഇറാനും അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ ടെലികമ്മ്യൂണിക്കേഷനും എനർജി സോഴ്സസും ഒക്കെ ആക്രമിക്കും എന്നാണ് IRGC പറയുന്നത്. നേരത്തെയുള്ള ആക്രമണങ്ങളൊക്കെ ന്യൂക്ലിയർ സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വൈറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ അമേരിക്ക ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അമേരിക്കയുടെ ഈ ആക്രമണത്തെ വളരെ കൃത്യമായി ചൈനയെയും റഷ്യയെയും ഇറാൻ അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട്. അവരുടെ ഉറച്ച നിലപാടുകൾ ദിവസങ്ങൾക്കകം ഉണ്ടാകും എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം ആക്രമണവും പ്രത്യാക്രമണവും ആ മേഖലയെ മാത്രമല്ല മറ്റു പല മേഖലകളിലേക്കും നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. റെഡ് സീയുടെ ബ്ലോക്കേഡ് സമീപ മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് IRGC ഒടുവിൽ പറയുന്നത്. ഇത്തരമൊരു ആക്രമണത്തിൻ്റെ ആവശ്യകത ഈ ചർച്ചയ്ക്കും അതുപോലെ തന്നെ ഈ വെടിനിർത്തലിനും ഇടയിൽ ആവശ്യമില്ലായിരുന്നു എന്ന നിലപാടാണ് റഷ്യയ്ക്കും ചൈനയ്ക്കുമുള്ളത്. അതുകൊണ്ടാണ് റഷ്യയെയും ചൈനയെയും കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ട്രംപ് ഇപ്പോൾ മറ്റ് ചില വാദങ്ങൾ പുറത്തുവിടുന്നത്. നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഘടകങ്ങളും തനിക്ക് അനുകൂലമല്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ ഇത്തരമൊരു ആക്രമണത്തിന് ട്രംപ് തുടക്കം കുറിച്ചിരിക്കുന്നത്. 7ാം ദിവസമായിരുന്നു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും ജോർദാനിലെയും അമേരിക്കൻ എയർബേസുകൾ ഇനി ആക്രമണത്തിന് തരത്തിലുള്ള ഏതെങ്കിലും ഫ്ലൈറ്റ് ലാൻഡിങ്ങിനോ ടേക്ക് ഓഫിനോ കഴിയാത്ത രീതിയിൽ തകർത്തിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളുടെ അഭിപ്രായം. ആക്രമണങ്ങൾ അവസാനിച്ച് യുദ്ധം തീരണം എന്ന് തന്നെയാണ് മനുഷ്യരും ലോകവും ആഗ്രഹിക്കുന്നത്.